പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കോയമ്പത്തൂരിൻ്റെ തെരുവുകളിൽ അന്തോമന്തമായി നടക്കുന്നു. എടാ എന്തൊരു സാർ 350 ട്രാങ്ക് വലുതാണല്ലോ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. എങ്ങോട്ടെന്നറിയില്ല, ഏതെങ്കിലും അറിയില്ല. ഇവിടെ നിനക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാനിവിടെ ഷിഫ്റ്റ് ആയില്ലേ. സ്റ്റാൻസ ലിവിങ് പേര് കിടക്കി അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങുന്നു. ട്രാവലിംഗ് മാഷ് വെൽക്കം സി ഓൾ, ഇറ്റ്സ് മീ ലുചിരൻ. വെൽക്കം ബാക്ക്. കാരണക്കുറ്റി കയറി കുറച്ച് സീരിയസ് ഒരു ചിരിയല്ല, 2-3 ചിരിയിലിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഭക്ഷണക്കാലത്ത് അടിച്ച് കൊല്ലും വേണ്ടി പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെജ് ഹോട്ടലിലേക്ക് വന്നിരിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്? നീ PG അന്വേഷിക്കുന്നു, ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ വേലത്തരം ഇറക്കുന്നു. കോഴിത്തരം, നാട്ടുകാരെ ഭാഷ. എത്ര? 9,000. അപ്പോൾ പൊമ്പളകൾ ആണെങ്കിൽ മാത്രം പോളടിക്കും. ഞാൻ ഇത്രയൊന്നും ഇല്ല ബാംഗ്ലൂർ. സ്റ്റാൻഡ് ലിവിങ് നോക്കുകയാണെങ്കിൽ ഒരു 7 തോന്നുക. വിത്ത് ഫുഡ് 7-8 രൂപ. എന്തൊക്കെ മേടിക്കാൻ എന്താ ചോദിച്ചാൽ പൊങ്കൽ, പൂരി, മസാല ദോശ, ദോശ, സെറ്റ് ദോശ, ഗീ റോസ്റ്റ്, ഊത്തപ്പം. മസാല ദോശ എടുക്കുക. മസാല ദോശ, നെയ് റോസ്റ്റ്, ആണെങ്കിൽ റോസ്റ്റ്, മുട്ട റോസ്റ്റ്, പൊടി റോസ്റ്റ്. മസാല ദോശ, മസാല ദോശ, 2-3 ചായ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തരുമല്ലേ? വാവായിട്ടുണ്ട് വട. അവിടെ കൊള്ളാട്ടാ, അവിടെ കൊള്ളാം. മസാല ദോശ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സാധനം. നമ്മുടെ അവിടെ പോലെയല്ല കേട്ടോ, ഇലയിൽ എങ്ങനെ ഭക്ഷണം തരാം, നല്ലതല്ലേ? പറയാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, വട തന്നതിൽ 1 ലിറ്റർ എണ്ണ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ വട ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് അടിയിൽ വെച്ച് വട മറ്റേ ഇതിൽ വെക്കണം, എണ്ണ ഊർന്നു പോണ പാത്രത്തിൽ വെക്കണം. ഇത് ട്രെയില വെച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും. ചായ ഇല്ലാത്ത ഹോട്ടലോ? നമ്മളിത് സഹിക്കും. വേറെ മലയാളികളാണെങ്കിലോ അടിച്ച് കൊണ്ടുവന്നിട്ട് ഈ ചട്നി വന്നിട്ടോ ഏറ്റവും അടിപൊളി. എന്തോ വേറെ 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 ടേസ്റ്റാണ്. ഇതുവരെ കഴിച്ചില്ലാത്ത ഒരു ടേസ്റ്റ്. ദോശ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വലിയ ദോശ. മട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മൾ 3 പേരും തിന്നിട്ട് കുറേ വിട്ടു ബാക്കി. കാരണം വയറ് നിറഞ്ഞു വെച്ച് മട്ടും മസാലയൊക്കെ കൂടുതൽ കുറച്ച് മധുരിപ്പ് കൂടുതലാണ് ഇവിടുത്തെ മട്ടും പെട്ടെന്ന്. പക്ഷെ വയറ് നിറയും കേട്ടോ, ഉള്ളത് പറയണമല്ലോ. ടേസ്റ്റി ഫുഡാണ്, പക്ഷെ പെട്ടെന്ന് മട്ടും. അതാണ്. അപ്പോൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ വിളിച്ചു. അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG അന്വേഷിക്കണം, ഇവനെ PG അന്വേഷിക്കണം. അപ്പോൾ എൻ്റെ ഓഫീസ് വന്നത് അവിടെയാണ്, വിപ്രോയിലെ. സോ PG അന്വേഷിക്കണം. പിന്നെ
എനിക്കറിയാലോ ബാക്കിയുള്ളത് എൻ്റെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അതെങ്ങനെ വന്നാലും നടക്കും. അന്നത്തെ കാലത്ത് അറിയുന്നതല്ലേ കർത്താവ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാ ഇതൊക്കെ ആട്ടോകൾ ഇപ്പം സ്റ്റീറിംഗ് ഒക്കെ ഉള്ള ആട്ടോ. ഇത് ഞാൻ എൻ്റെ അവിടെ പന്നാർപ്പുറത്ത് പണ്ട് ഒരു 15 വർഷം മുമ്പൊക്കെ കണ്ടായിരുന്ന ആട്ടോസ് കേട്ടോ. ഇതൊക്കെ സ്റ്റീറിംഗ് ഉള്ള ആട്ടോ. നൈസ്. ആ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പുതിയ ആട്ടോ ഉണ്ട് കേട്ടോ. ഇവിടെ പുതിയ ആട്ടോ ഉണ്ട്. ഓ എൻ്റെ മോന് കുറേ നടക്കണം കേട്ടോ. കാരണം എൻ്റെ PG നമ്മുടെ ഓഫീസിൻ്റെ ചുറ്റുവട്ടത്ത് വന്നല്ലോ കിട്ടണമല്ലോ. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഗൈസ് ഇവിടെ PGയിൽ അങ്ങനെ ജെൻഡർ വ്യത്യാസങ്ങളൊന്നുമില്ല. ആണെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഒന്നും താമസിക്കും. നമ്മളൊക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം. സ്റ്റാൻഡ്സ് ആ ലിവിങ് ഗൈസ്. இதுதான் இந்த ചെറിയ PG இருக்கு. இது கேட்டு பார்க்கலான்னு வந்தேன். அடிப்பொளி. தெரியாது, நாங்கள் எங்கே புதுசு ഗാന്ധിപുരോ തൽക്കാലത്തേക്ക് വേറെ എനിക്ക് അന്വേഷിക്കാം. ഇനിയിപ്പോൾ ഇതിന് വേണമെന്നില്ലല്ലോ. ഇതുപോലെ ബ്രാൻഡൊന്നും ഇല്ലല്ലോ. അല്ല കുഴപ്പമില്ല ഗൈസ്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തമിഴ്നാട്ടിലെ മറ്റേ ഫേമസ് സ്ഥലങ്ങളൊക്കെ പോവാം. നമ്മൾ പട്ടുകൾ റെയിൽവേ ട്രാക്കെല്ലാം വന്നിருக்கு. ഇതിൽ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോയത് എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് അറിയാം, എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരാം. എടാ നിൻ്റെ ഓഫീസിനോട് എത്തിയാ? ഇത് 5% പൈസ. ഇവിടെ ഫ്ലൈഓവറിൻ്റെ പണി നടക്കണേ ഉള്ളൂ. ഞങ്ങളുടെ 10-20 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് ചെയ്തിട്ടേ ഈശ്വർ കിടിങ്ങ. എടാ നിൻ്റെ ഓഫീസിനോട് എത്തില്ല? ചോക്ലേറ്റ് അല്ല, ബട്ടർ സ്കോച്ച് വാഫിൾ, കോട്ടൺ ക്യാൻഡി വാഫിൾ, വാഫിൾ. ചായ കുടിക്കാൻ വേണ്ടി കേട്ടോ. ചായ നല്ല ചായ. 3 ചായ പോട്ടണേ. അപ്പോഴത്തേക്കും നമുക്കൊരു ചായ കുടിക്കാം. അഡ്രസ്സും ചോദിക്കാം. എടാ ഇവിടെ വാ. തമിഴ്നാട്ടിലൊന്ന് ഇങ്ങനെ ഒന്ന് ചായ കുടിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും ബുദ്ധിജീവികളാണ്, വേണ്ട ഇരിക്കാന്നല്ലേ. അപ്പം ഞാനവിടെ ഇരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കിങ്ങനെ ഇരിക്കാം. ഇതെന്ത് പ്രസംഗം പോട്ടർ പറ്റും. പ്രിയപ്പെട്ടവരെ, നീക്ക് വന്ന് ബെനിയോട് കടസ്യ ദിനമായിരിക്കും. അവസാന ദിവസമായിരിക്കുന്നത്. இன்னைக்கு வந்து എടാ ചൂട് കൂടുതൽ മറ്റേ കേരളത്തിൻ്റെ വെതർ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള വെതർ. ആ വേർപ്പ് വരില്ലേ, വൃത്തികെട്ട വേർപ്പ്. ഇതൊക്കെ ഞാൻ പോലും വേർത്ത് തുടങ്ങി. யாரடா சொன்னார் இங்கே சிக்மங்களூர் வெதர்னு? லேடிக் ஃபுல்ஸ். நீ சத்தேன்டா அங்கே பாருடி, எங்கே பாடுறா நீ சத்து போயிடுவேண்டா. நான் வந்து ஆஃபீஸ்க்குள்ளே ஏசி இருக்கடா, ஃபுல்லாக இருக்கடா, ஃபுல் டைம் ஏசிடா. ഞാൻ വേണ്ട. ശരിടാ, അകത്ത് ഉക്കാറില്ലമ്മ, അകത്ത് ഏസി ഇരിക്കും. കേസ് ഞാൻ നമ്മുടെ ബേനിയുടെ റൂമൊക്കെ കണ്ടുപിടിച്ച് കാണിക്കാൻ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നു പോയിരുന്നു. സോറി കേസ്. ഇപ്പോഴേ നമ്മൾ റൂം എടുത്തു, അഡ്വാൻസ് കൊടുത്ത് എല്ലാം ബുക്ക് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടത്തെയാണ് കേട്ടോ. എവിടെ നമ്മളെവിടെ റൂം എടുത്തേക്കണോ എന്നത് കെയർ റെസിഡൻസി. അപ്പോൾ ഇതുണ്ട്, ഇത് ആഴ്ചയിൽ 4 ദിവസം നല്ല ഒന്നാന്തര മുഴുപ്പുള്ള അയല വറുത്തത്, പിന്നെ ഇത് മീൻചാറ്, ഇതൊന്ന് സാമ്പാർ, ഇതൊന്ന് രസം. ഞാൻ 4 പോർഷനാക്കി വെച്ചേക്കുന്നത്. ഇറച്ചിക്കറി ഉണ്ട്, ഇത് ചിക്കൻ ചാറ്. ഇത് ചിക്കൻ കറി വേണം, മീൻചാറല്ലേ? ചിക്കനാ കോണ്ടത് മീൻ പോലെ കേട്ടോ. പിന്നെ അച്ചാറും കേട്ടോ. എന്തെങ്കിലും കേട്ടോ, നല്ല അടിപൊളി റൂംസൊക്കെ ആയിരുന്നു. നിങ്ങളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി, സോറി. വൈകുന്നേരം നമ്മളിങ്ങോട്ട് വരുമല്ലേ? വരുമോ? ശരിയാ. നമുക്ക് വൈകുന്നേരം നമ്മളിങ്ങോട്ട് വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ഫുഡ് കേട്ടോ. യുവർ ലക്കി മാൻ, യുവർ ലക്കി. ഓഫീസിലേക്ക് ഉള്ളു നീ? തിങ്കളാഴ്ച ഇപ്പോൾ ഓഫീസിൽ നിന്ന് റജല്ലേ? ഇന്ന് പോയാൽ എന്താ തോക്കൂല നോക്കി എന്താ റെഡിയോ?
ഫുഡും കൊള്ളാട്ടോ കഴിച്ചു. സാമ്പാർ എങ്ങനെയൊക്കെ? സാമ്പാർ കൊള്ളാം. ചിക്കൻ കറിയും കുഴപ്പമില്ല, അടിപൊളി. സാധനം കൊള്ളാം കേസ്, അടിപൊളി. ഓക്കെ സാർ. ഓക്കെ. നല്ല മനുഷ്യൻ കേസ്. അതാണ് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് മെസ്സ്. അത് അപ്പാർട്ട്മെൻറ്റിന് അവിടെ നിന്ന് അപ്പാർട്ട്മെൻറ്റ് അപ്പുറത്ത് 3-4 അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ മുമ്പിൽ കാരണം ഈ വലിയ ബിൽഡിങ്സ് നടക്കുന്നില്ലേ, അല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നില്ലേ വലിയ ബിൽഡിങ്, പുള്ളി ലോഡ്ജ് പോലെ ചെയ്യണമെന്നുണ്ട്. അതായത് പുറത്തുനിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത നല്ലൊരു ഹോട്ടൽ സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു ഐഡിയാസിലാണ് ഇത് പഠിക്കുന്നത്. വിത്ത് ഫുഡ് ലോഡ്ജിൽ അവർ ഫുഡ് കൊടുക്കും. ആദ്യത്തെ സംരംഭമല്ലേ, നല്ല അടിപൊളിയാണ്. ഇവിടെ ഫുഡൊക്കെ കിടക്കുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ കാര്യത്തിലൊരു എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. പുള്ളി ഒരു മിലിറ്ററി ബേസാണ്, അതായത് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായിട്ട് വന്നേക്കണേണ്. അതിൻ്റെ ഒരു അടക്കം ചിട്ടൻ പുള്ളിയിൽ കാണാനുണ്ട് കേട്ടോ. സംസാരത്തിലായാലും പുള്ളിയുടെ ആ ഒരു ബിസിനസ്സിലായാലും പുള്ളി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കിടക്കണ സ്ഥലവും കഴിക്കുന്ന ഫുഡും സൂക്ഷിച്ച് അർജൻറ്റ് വേണ്ട, പതുക്കെ പോയാൽ മതി. MT FZ എനിക്ക് വന്നത് വണ്ടിയെക്കുറിച്ച് അത് FZ അല്ലേ, അത് MT സോറി, അത് MT ആണ്. പുള്ളി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഫുഡും കിടക്കണ സ്ഥലം വൃത്തിയായിരിക്കണം. എന്നാ പോയിൻ്റെടാ, അതൊക്കെ ഒരു മിലിറ്ററി ആർമി ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കേട്ടോ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ലുക്ക് വാട്ട് ആംബിയൻസ്. ഇതൊക്കെ നോക്കരുത്. റൂം കൊള്ളാം കേട്ടോ. റൂം ഞാൻ വൈകിട്ട് കാണിച്ചു തരാം. അടിപൊളി റൂം അല്ലടാ, നല്ല അടിപൊളി റൂം. എന്തെങ്കിലും കേട്ടെ, ഫുഡ് കഴിച്ച് നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി, അതായത് നമ്മുടെ ബെനിയുടെ PG നിന്ന് ഇറങ്ങി റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച്. ഞാൻ കുളിച്ചില്ല കേട്ടോ, ഞാൻ കാലത്ത് തന്നെ ഡ്രസ്സൊക്കെ മാറിയതായിരുന്നു. ഇത് രണ്ടുപേരും കുളിച്ചു. പിന്നെ ഇപ്പോൾ ഒരു മോളിലേക്ക് ചുമ്മാ ഒരു 3:30 ആയ സമയം. 3:30ക്ക് നമ്മളിപ്പോൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യണം. നാളെ കാലത്താണ് നമ്മുടെ ട്രെയിനുള്ളത്. ഓക്കേടാ പോരാ. ഓക്കെ, അപ്പം നമ്മളെ ഏത് മോളുടെ ഈ മോളിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും കാണാനില്ല. അപ്പോൾ ആ മോളുടെ അവിടേക്ക് വന്നു. അപ്പോൾ അല്ല, അവിടെ ഒരു കപ്പിൾസ് ഉണ്ട് ബെനി പറയുന്നു. ഫൺ റിപ്പബ്ലിക് മോൾ. അപ്പോൾ ഇവിടെ എല്ലാമേ കിടക്കില്ല വെച്ചാൽ ചീപ്പ് റേറ്റിലല്ലേ വെച്ചാൽ 299 249. ஓகே நான் வந்து அங்கே போகிறேன். எடா அது வந்து லவ்வர்ஸ் தான். வேணுமா? அவள் வந்து சம்மதிக்க மாட்டா. പോയി പാറ്. ഓക്കെ, ഞാനൊന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാം കേസ്. അവർ കണ്ടിട്ട് മലയാളിയാണോ തമിഴാണോ നോക്ക്. അതൊന്നും മലയാളി അല്ല, മലയാളി അപ്പടിയല്ല പെണ്ണ മാട്ട. ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ ചോദിച്ച കപ്പിൾസില്ലേ, അത് ചെറുതായിട്ടൊന്ന് മൂഞ്ചിട്ട അവർ തിരക്കിലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല കൂട്ട് കപ്പിളർന്നു. അപ്പോൾ അതേ നമ്മൾ മോളിൽ നിന്ന് ഇതാക്കണ്ട മോളിൽ നിന്ന് ഇറങ്ങി ഒരു ലോഡ് സാധനമായിട്ട് ഇതാ ചെക്കൻ പോകണം. ഒരു ലോഡ് സാധനമായിട്ടാ ആ തിരുമ്പോന്ന് കാണിച്ച് ബില്ല് മുട്ടിത്തടാ എപ്പോഴാടാ. Just 5,500. Yeah, just 5.5K, you know. ഓടിപ്പോക്കടാ വണ്ടി ഒന്നും. പിന്നെന്താ ഇങ്ങോട്ട് കിടന്നത് നിങ്ങൾ? ആർക്കറിയാ ഇവന് മട്ടാൻ കളിയാക്കറിയാ. ആംബിയൻസ് ഒക്കെ റിസൾട്ട് ഇവിടുന്ന് കാണാൻ. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരിക്കും ഇവിടെ. ആണ് ലൈറ്റ് ഇല്ല. എപ്പോൾ ഫോട്ടോ എടുത്ത ഗ്രെയിൻസ് കയറും കൈസ്, അതാണ് അൾട്രോസ് പറഞ്ഞാ. ഹായ് എടാ ദേടാ, സാധനം അടിപൊളിയല്ലേ? നല്ല രസമല്ലേ? പഴയ അഡ്വഞ്ചർ സൂപ്പറല്ലേ? പുള്ളി എന്തായാലും സാധനം വെച്ചിട്ടുണ്ടെന്ന്. ആമാണ്ട എന്നോട് കുരൽ പോയിട്ടാ. ഹായ് TN തമിഴ്നാട് ആട്ടോ. എടാ പോടാ, എടാ ഓർഡർ നീ. ഇപ്പം എന്താ അടുത്ത പരിപാടി? എന്താ നമ്മുടെ ലഗേജ് എടുക്കാൻ അവിടെ കൊണ്ട്. ഓ, റൂം വെക്കറ്റ് ചെയ്യണം അല്ലേ? റൂമിൽ പോകുന്നു. 7 മണി വരെ നമുക്ക് പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞ് പാണ്ടിക്കാട് ഓടിച്ചിട്ട് തരും. ഇനി റൂമിൽ പോവുക, ലഗേജ് എടുക്കുക, ഇവരെ കൊണ്ട് ഇവൻ്റെ PGയിലേക്ക് തള്ളുക, നമുക്ക് തിരിച്ച് നാളെ കാലത്തെ പോകാൻ പറ്റുള്ളൂ. സോറി, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി വേറെ റൂം എടുക്കും. ഇന്ന് റൂം പോട്ടിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പോൾ കേസ് നോക്കുക, കോയമ്പത്തൂരിലെ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കണേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വന്ന് ടാക്സി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇത് വന്ന് മെട്രോ, നമ്മുടെ കൊച്ചി മെട്രോ ഇല്ല, എന്താ കൊച്ചി മെട്രോ ഇവിടുത്തെ മെട്രോ ഒക്കെ ഒന്നിച്ചാണ് സാങ്ഷൻ ആയത്. പക്ഷെ അവിടെ പണി നടന്നു. 6-7 വർഷമായി മറ്റേ മെട്രോ ഒക്കെ നിലവിൽ വന്നിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല, തോന്നിയ പോലെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്.
എടാ അവിടെ ഒരു പോലീസുകാരൻ പോണോടാ. ആ പോലീസുകാരൻ കിട്ടുമോ? ഈ പില്ലറിന് എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഈ പില്ലറിൻ്റെ പേരാണ് P129. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പില്ലർ 129. എന്തല്ലേ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് P129 ആക്കി കളഞ്ഞു. ബിസിനസ് ഡാ എപ്പടി ഇരിക്കോ? സോപ്പ് വേണമാ? സോപ്പ് ഇത് മാരിട്ടൊന്നുമില്ലല്ലോ. മാരിട്ടൊന്നുമില്ലല്ലോ, സോപ്പ് തൂക്കിട്ട് പോകാറുണ്ട്. ഓക്കെ, നമ്മൾ താമസിച്ച് 2 ദിവസം, ഒരു ദിവസം താമസിച്ച റൂമിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം ഇറങ്ങുന്നു. എൻ്റെ ബാഗ് പാക്ക് അത് ഇവിടെ വേണ്ട, ചേട്ടൻ്റെ ബാഗ് അവിടെ ഉണ്ട്, ഇവനോട് വേണ്ട ശവപ്പെട്ട് ഇങ്ങനെ ഇറക്കരുത്, എന്നോട് ശവപ്പെട്ട് തൂക്കിട്ട് വേടാ. അപ്പോൾ നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് പോകാൻ പോണ്. റെയിൽവേ സ്റ്റേഷൻ പക്കത്തൊക്കെ ഇറക്കുമെന്ന് ചെറിയ ഹോട്ടലാവും. പക്ഷെ അല്ല, നീ ആദ്യം ഇവിടേക്ക് പോകണ്ടേ, PG-യിലേക്ക് വിട്ട് ഇത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നിനക്കത് അവിടെ വരെ തോക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് പിന്നോട്ട് നമ്മൾ നെക്സ്റ്റ് PG-യിലേക്ക് പോകും. സ്റ്റെപ്പ് പതിയെ ഇറങ്ങണം, ഇല്ലെങ്കിൽ തലയും കുത്തി കിടക്കും. 4 നില ഇറക്കുക, 4 നില ഇറക്കുക. ഇത് മൊത്തം പണ്ടാകം ചുമന്നുകൊണ്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കഠിന പ്രയാസപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് നിൻ്റെ റൂം. നല്ല ഇറക്കില്ല. ഇതൊക്കെ ചെരുപ്പ് വരണോ? ചെരുപ്പ് വരണോ? ഇതാണ് നിൻ്റെ റൂം. കുഴപ്പമില്ല. കബോർഡ് ഇറക്കുക, ബാത്റൂം ഫെസിലിറ്റി ഇറക്കുക, നല്ല മുഷിഞ്ഞ വൃത്തിയായിട്ട് മണം ഇരിക്കുക. ഇതാ ബാത്റൂമാണ്, കുഴപ്പമില്ലേ? സെറ്റിൽ പണ്ടടാ. ആ ഇവിടെ വെക്കടാ. ഇതപ്പുറത്തേക്ക് വെച്ചോ, ഇതപ്പുറത്തേക്ക് വെച്ചോ. നീ ഇത് വെച്ചിട്ട് പുറത്തേക്ക് പോവാം. ഇനി വേറെ വല്ല പരിപാടി ഉണ്ടോ? എന്തെങ്കിലും റൂമേറ്റ് അടിപൊളിയാണ്. ഒരു മനുഷ്യജീവി അവിടെ വന്നതിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നെ റൂമേറ്റടാ, നീ എങ്ങനെ എൻ്റെ കൂടെ കഴിയും? സ്വദേശം കോഴിക്കോടാന്ന് അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടീം വർക്കാവല്ലേ? നിനക്ക് ഇവിടെ എപ്പോൾ பார்த்தாலும் TV பார்க்கலடா. ഫുൾ ടൈം TV ഇருக்கு. ഇതാ സ്ട്രീറ്റ്, കുഴപ്പമില്ലല്ലേ? ഇത്രയും പ്രശ്നമുള്ള സ്ട്രീറ്റൊന്നുമല്ല. ഇച്ചിരി വൃത്തികേടുണ്ട്, മെനകേടൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതന്നെ, പക്ഷെ കാശ് വേണം കേട്ടോ. പൈസ അപ്പം അത് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. നമുക്ക് റൂം എടുക്കണം. ഇന്ന് രാത്രിയും കൂടി താമസിക്കാൻ. നാളെ കാലത്താണ് നമുക്ക് ട്രെയിനുള്ളത്. എവിടേക്ക്? മംഗളാപുരത്തേക്ക് 6 മണിക്ക്. അപ്പോൾ ഇതാണ് മറ്റേ അവിടുത്തെ എന്തൊട്ടതിൻ്റെ പേര്, റെസിഡൻസ്. ഈ കടയുടെ ലൈറ്റ് രക്ഷയില്ലല്ലോ അളിയാ. ലെമൺ ടീയോ? കോഫി, ഫിൽറ്റർ കോഫി, ബ്ലാക്ക് കോഫി, ടീ, ജിഞ്ചർ ടീ, ബ്ലാക്ക് ടീ, ഏലക്ക ചായ. എൻ്റെ അമ്മ ഏലക്ക ചായ. ലെമൺ ടീ. അളി ഇവിടുത്തെ ലൈറ്റ് ഇവിടെ നോക്കിയേ, ക്യാമറയിൽ നോക്കിയാലേ മനസ്സിലാവും. ഇങ്ങടാ ചിരിപ്പ് വരാൻ മാട്ടത്. ഈ ലൈറ്റ് അടിപൊളിയായിട്ട് സത്യം പറയാതെ.
ലൈറ്റ് എന്ന് പറഞ്ഞ ലെവലാണ്. ഇപ്പോൾ പോയെന്നെ. അയ്യോ അല്ലേ, ഇവിടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് നല്ല അടിപൊളിയായിരിക്കും. നല്ല ഹോം ലൈറ്റ് അല്ലേ. എന്നടാ കുത്തിട്ടേ എടാ നീ കളിയാക്കണം. മഴ അടിച്ചല്ല കാവാലം വിളിക്കും പാട്ടി ഇപ്രോയിൽ വരുന്നില്ല. ഞാൻ നീ പറഞ്ഞ എന്നോട് പേഴ്സ് എന്നോട് കയ്യിലാണുള്ള ഒരു ബോധം നിനക്ക് വേണം. 500 രൂപ നീ അതുകൊണ്ട് 500 രൂപ ഞാൻ എൻ്റെ പേഴ്സ് ഞാൻ തിരിച്ചെന്നേക്കാം. നീ കഞ്ചൊന്നും വേണ്ട. 500 തൊഴിലും പിടിച്ചെന്നേക്കാണ് കോയമ്പത്തൂരിലേക്ക്. ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുള്ളതേ, ഈ കമൻറ്റ് ബോക്സ് ഇല്ലേ, എന്താ കമൻറ്റ് ബോക്സ് എനിക്കിപ്പോൾ തുറന്ന് ഞാൻ പിന്നെ 1 മണിക്കൂറത്തേക്ക് മിണ്ടില്ല. കാരണം നമ്മളൊരു തെറിയും തന്തയ്ക്ക് വിളി കേട്ടോ. ഇത് എന്തത് ആൾക്കാരെന്ത് വിചാരിച്ചേക്കണേ. ഗൈസ്, എനിക്കൊരു കാര്യം അറിയാം, കന്നഡത്തിനും മിണ്ടാത്തിനും എന്തൊരു തന്തയ്ക്ക് വിളിക്കുന്നത് അറിയുന്നറിയോ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോളടിക്കാൻ നോക്കിയതാ. ആരത്? ലേഡി തന്നെ വേണമല്ലോ. അത് ഞാൻ ഇട്ടത്. എടാ ഇവൻ കൊള്ളാട്ടാ, മിസ്റ്റർ വണ്ടർലിസ്റ്റ്. സോറി, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോളടിക്കാൻ നോക്കിയത്. എടാ ഇവൻ കൊള്ളാടാ. മീൻസ് മലയാളികൾ അങ്ങനെയല്ല കേട്ടോ. പക്ഷെ കന്നഡയിൽ കർണാടകയിലുള്ള ആൾക്കാർ കുറച്ച് റഫാണ്. പക്ഷേ എൻ്റെ ഫോളോവേഴ്സൊക്കെ ഉള്ളത് കർണാടകയാണ് കേട്ടോ. അത് ഞാൻ സത്യം പറയട്ടെ, തുറന്നു പറയാൻ പറ്റില്ല. എനിക്ക് തുറന്നു പറയാൻ നാണമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കുറേ മരവാണങ്ങൾ കർണാടകയിൽ നിന്നുണ്ട്. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്ത് കർണാടക മാത്രമേ ഉള്ളൂ എന്നാണ്. കന്നഡ വിട്ട വേറെ ലാംഗ്വേജ് ഇല്ല എന്ന് അവരുടെ ഒരു വിചാരം. ഞാൻ കുറേ തന്തയ്ക്ക് വിളിക്കും, പക്ഷേ കാര്യമില്ലല്ലോ. അത് പിന്നെ വലിയ സംഭവം. അതുകൊണ്ട് ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ ഗൈസ് മച്ചി നന്ദു തെയ്യോ. പക്ഷെ അവനെ ഫോളോ പോലും ചെയ്യില്ല. എന്തല്ലേ ചായ വരച്ചിട്ട് കുടിക്കാം. ഞാനൊരു ഏലക്ക ചായ പറഞ്ഞു, ഇവൻ വന്ന് ലെമൺ ടീ പറഞ്ഞു. ചായ വന്നിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റൂമിടാം. അത് സാടാ കട്ടൻ ചായ മേളിൽ മറ്റേ ഇത് ചായയാ. എന്ന് എന്ത് തോന്നുന്നു കുടിച്ചിട്ട്? ഇതിപ്പോൾ ഇളക്കണം. അതിന് എൻ്റെ സംശയം. സംഭവം ഇച്ചിരി കയ്പ് തന്നില്ലേ? കയ്പ് തന്നില്ലേ? കൈ നടക്കണ്ട. നീ ചുമ്മാരി ഒന്നും അറിയാത്ത പോലെ എല്ലാം അറിയുന്ന ആൾക്കാർ പോലെ ചുമ്മാ ഇരുന്ന മതി. സ്റ്റാൻഡേർഡ് കാണിക്കും. സ്റ്റാൻഡേർഡ് കൈട്ടിളക്കി നമ്മുടെ സ്റ്റാൻഡേർഡ് വില പോലോ അങ്ങനല്ലേ. ഇതൊന്ന് ഏലക്ക ചായ ഗൈസ്. ഏലക്ക ചായ ടേസ്റ്റ് പണി പത്ത. ഒരു ചായ കുടിക്കാം. ചൂട് വേണം അല്ലേ? ഒരു ചായ കുടിക്കാം. നല്ല തലവേദന ഉണ്ടല്ലോ, ടെൻഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു ചായ മധുരവും ഏലക്കയുടെ സ്വാദും ചായ ഒടുക്കത്തെ ടേസ്റ്റ് അല്ലടാ. ഒരെണ്ണം കൂടി പറഞ്ഞു. അത് കുറച്ച് കയ്പുണ്ട്. കയ്പുണ്ട് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ എടുത്തേ. സെക്യൂരിറ്റി ചേട്ടൻ ഓക്കെ. അതെ വന്നിരിച്ചടാ. ഗസ് നോക്കൂ, എൻ്റെ മോൻ എന്നാ സ്പീഡല്ലേ. കാണുന്നുണ്ടോ? യെസ് കാണുന്നുണ്ടല്ലേ. എന്നെ സൗണ്ട് അല്ലേ? അടിപൊളി. താങ്ക്സ് അണ്ണാ. എന്തൊരുത്തല്ലടാ ഈ സംഭവം ഒന്നുമല്ല. എനിക്ക് ഈ ട്രെയിൻ ഭ്രാന്ത് ഉള്ള കാരണേ ട്രെയിൻ എവിടെ പോയാലും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ അപ്പോൾ ട്രെയിൻ പോകുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നാണ്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ പോകണ്ടടാ, ഇപ്പോൾ ട്രെയിൻ ഉണ്ട്, തമ്പി ഓടാന്ന് പറഞ്ഞു. ഓടിപ്പോയി ഷൂട്ട് ചെയ്തു. ഇതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ബസ് കയറാൻ പോലാം ഗൈസ്. ഈ രാത്രിയും ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ വണ്ടി
വണ്ടി എന്നെ സൈലൻ്റ് ആയിട്ട് ഓടണമെന്നറിയോ, ഒരു തരി സൗണ്ട് തന്നെ ഇല്ല. ഫുള്ള് സൈലൻ്റ് വണ്ടി, എക്കോ ഫ്രണ്ട്ലി ആട്ടാ, നല്ല മെയിൻ്റനൻസ് ആണ്. മനസ്സിലായി, അവരൊക്കെ ലൈഫ് ഉണ്ട് ഗൈസ്. ഫുള്ള് കഷ്ടപ്പാടൊക്കെയാണ്, പാതിരാത്രിയൊക്കെയാണ് അവരൊക്കെ പണിയണത്. ജീവിതം പഠിക്കണമെങ്കിൽ ഇവിടെ വന്നം പഠിച്ചു ഗൈസ്, ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ കാണുന്ന ലൈഫൊന്നും അല്ല ഗൈസ്. നിങ്ങൾ എന്താണ് കഴിഞ്ഞില്ല ഇതൊന്നും. ഇവർ കുറെ നേരെ മറ്റേ ശിവമോഗയാണോ മാംഗ്ലൂർ ആണോ നല്ലത്, മറ്റേ അടുത്ത് നിന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് നമ്മൾ പോയ മാൾ ഗൈസ്. നോക്കൂ, കുറച്ച് മുമ്പ് നമ്മൾ പോയ മാളാണിത്. വലിയ മാളാണ് ഗൈസ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിച്ചില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് വെറുപ്പാണ് ഗൈസ് ആ മാളിനോട്. അപ്പോൾ അതാണ് നമ്മൾ തമിഴ്നാട്ടിൻ്റെ ബസ് സീറ്റ് പിടിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട് ബസ്സിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചത് ഗൈസ്. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതെ, BMW കാറിൽ ഒരു പൊമ്പളകൾ ഇറങ്ങി വരുന്നതാ. എടാ, BMW കാറിൽ ഒരു പൊമ്പളകൾ ഇറങ്ങി വരുന്നതാ. ആമണ്ടാ, ഹായിടാ. എനിക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മതിലാണല്ലോ ഇവിടെ കാണുന്നത്. അതെന്താ മൊത്തം മതിലാണല്ലോ? ആമാ, ഞാൻ എപ്പോഴും കാഴ്ചകളെല്ലാം കാണേണ്ടത്. നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. എന്നെ പാട്ടിടാ, നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല കൊഴിപ്പിച്ച് വെച്ചിരിക്കുക. இங்கேயும் கேரளத்தில் போல இந்த டிக்கெட் அப்படி நம்ம கர்நாடகையில் போல ആടാ, ശരിയാണത്. അതേ ബാഗ് മറ്റേ ടിക്കറ്റ്. കർണാടക നമ്മൾ ഫുൾ അപ്ഡേറ്റ് ആണല്ലേ. ഫുള്ള് ആ സാധനം ഇല്ല, ഫുള്ള് മെഷീൻ. അതാണ് കർണാടക. അല്ല, നമ്മളിപ്പോൾ ഏത് ലാംഗ്വേജിലാണ് മലയാളം കലർത്തിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഫുൾ തമിഴിലെ. ആടാ, ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫുള്ള് തമിഴായി പോയിട്ട്. നീ ഇപ്പോ തമിഴ്നാട് ബോർഡർ കിടക്കുമ്പോൾ മലയാളം പൊടി. അല്ലല്ല, അവിടെ മലയാളം പൊടി. കേരളം പോകുമ്പോൾ മലയാളം പൊടി. அந்த കേരള ബോർഡർ താണ്ടിട്ട് അപ്പൊ കന്നഡ അവിടെ എങ്ങനെ മലയാളത്തിൽ അടിച്ച് കവാല വിളിക്കാറ്. കന്നഡയാണ് സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ചിട്ട് കോളേജ് അവിടെ PSC കണ്ടില്ല. ഇന്റീരിയർ കൊള്ളാറില്ല എൻ്റെ ഗൈസ്. നോക്കൂ, മതിലൊക്കെ പണിതിട്ട് അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് പണിതിട്ടുണ്ടല്ലോ. അല്ലേ ഓഡിറ്റോറിയം ഒക്കെ ആയിരിക്കില്ലേ. കടകൾ എന്ത് രസമല്ലേ കടകളൊക്കെ കാണാൻ. NM ബേക്കറി, അന്ത ബേക്കറിക്കാരൊക്കെ പ്രൊമോഷൻ ആയിടിച്ച് കാശക്കൊട്ടറ. എടാ നീ ഇത് മാർക്കറ്റ് വെച്ചില്ലേ, ദേന മാർക്കറ്റ് ഓർമ്മ വെച്ചടാ. ഗ്രീൻ പാർക്ക് വെറും 30 രൂപ தான். ലാബിൽ വന്നിട്ട് പോകുമ്പോൾ 260 രൂപ 300 രൂപ ആയിടും. 30 രൂപ വ്യത്യാസം. ആമല്ല 30 രൂപ വ്യത്യാസം. എന്തോരം ആൾക്കാരല്ലേ. പക്ഷേ സംഭവം എന്ന് പറയാൻ നല്ല വൈബാട്ടോ ഈ ബസ്. പാട്ടൊക്കെ വെച്ച് ബോറടിക്കില്ല. എനിക്ക് KKB കുറിച്ച് കുറ്റം പറയാനുണ്ട് ഗൈസ്. ഒടുക്കത്തെ കാശ് വാങ്ങും, എന്റർടൈൻമെന്റ് തരില്ല അവര്. അങ്ങനെ ലൈറ്റ് ഇല്ല ഗൈസ്, ഒരുമാതിരി നീലൊക്കെ കളർന്നൊക്കെ ലൈറ്റ് ഒക്കെ ഇടും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഫുള്ള് കത്തിച്ചിട്ടാണ്. കറണ്ട് ഫ്രീ ആണ്. എടാ, ഇവിടെ കറണ്ട് കാശൊക്കെ ഫ്രീ ആടാ. ഇവിടെ സർക്കാർ ഭയങ്കര ഇതാ, ജനപരമായ സർക്കാർ. അതുകൊണ്ട് കറണ്ടൊക്കെ ഫ്രീ അവിടെ. നോക്കി എന്തോരല്ലോ 1 2 3 4 5 6 7 8 9 10 12 ലൈറ്റ് അങ്ങനെ ഉണ്ട്. പള്ളി വരുന്നോ ലൈറ്റ് ഓഫ് പண்றா. നമ്മൾ കുട്ടപ്പുറ എന്റെ പാട്ട് എനിക്ക് தெரியும்டா. എടാ അതല്ല ഗൈസ്, എനിക്കും ഇവനും ഒരു പുതിയ ആശയം ഇറക്കി. എങ്ങനെ ഇരിക്കുന്നു പറയണം. ഇവനാണ് ഒരു കട തുറക്കാം. കടയുടെ പേര് സ്റ്റെപ്പ് മാം. എപ്പടി ഇരിക്കൂടാ. ഫുള്ള് നമ്മുടെ കടയൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആവും. പിന്നെ ആൾക്കാരൊക്കെ ഇടിച്ചു കയറും മറ്റങ്ങനത്തെ കടകളൊക്കെ പേരിട്ട്. എങ്ങനെ ഇരിക്കും. അതെന്ത് ഹോട്ടൽ തന്നെ അതൊക്കെ എന്തൊരു ആൾക്കാരാ ഹോട്ടലിന്. എടാ, അത് ഇന്റീരിയർ പാത്തിയാ, വെള്ളമല്ല മഴയൊക്കെ വന്നത്. ഒരു പൂരത്തിനുള്ള ആൾക്കാർ കല്യാണം നടക്കുന്നത്. എടാ ജിമ്മി നിൽക്കണോ. എടാ ജിമ്മിനി அந்த அவன் வந்து அன்னைக்கு டிசப்பாயிண்ட் ஆயிட்டான். ஒரு காரியம்
ഉണ്ടായില്ല എൻ്റെ കാശ് കൊടുത്ത് ട്രാക്ക് കൊടുക്കുന്നുണ്ടോ அவங்க அன்னைக்கு டிசப்பாயிண்ட் ഓ എല്ലാ ക്യാമറ റെക്കോർഡ് നിങ്ങൾ ആ പാട്ട് കേട്ടാർന്നാ ഇതൊരുമാതിരി പരിപാടിയാ റെയിൽവേ എന്നൊക്കെ വിളിച്ചു കൂട്ടി റെയിൽവേ എവിടെയാ ഓ അവിടെയാ എവിടെ അല്ലേ റെയിൽവേ എവിടെയാ എടാ ബസ് ശരിയായിട്ട് ഇത്ര നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടേ എടാ എന്ത് പരിപാടിയുടെ ഒരു കാണിച്ച് ഇറക്കി വിട്ടുന്ന സമയത്ത് സിംഗിൾ ബസ് പരിപാടിയാണല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ ചുറ്റിക്കറങ്ങി ഒരു ചെറിയ റൂം കണ്ടുപിടിക്കണം. ഇവിടെ റൂമൊക്കെ ഭയങ്കര ചീപ്പാണെന്നാണ് നമ്മുടെ എന്താ പറയുക PGയിലെ മുതലാളി പറഞ്ഞത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഡേ ഫയർ എഞ്ചിൻ എടാ എന്നെ ഫയർ എഞ്ചിൻറാ ഡേയ് അങ്ങ പോറാ ഞാൻ ഇങ്ങനത്തെ ഫയർ എഞ്ചിനൊന്നും കണ്ടിട്ടാ അത് എടാ കോപ്പ അങ്ങോട്ട് നോക്കടാ എന്നാ ഇത് പാലക്കാട് പൊള്ളാച്ചി പല്ലടം പാലക്കാട് 50 കിലോമീറ്റർ ഗൈസ്. ഇപ്പോൾ 50 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഫിറോസ്ഖാൻ ഒന്ന് കണ്ടുകൊണ്ട് പോയാലോ? അപ്പം നമ്മളിന്ന് ഏത് ഫിറോസ്ഖാ ഫിറോസ്ക മറ്റേ ഫുഡൊക്കെ വെക്കില്ലേ? അപ്പം നമ്മുടെ എന്താ പരിപാടി ബീഫ് വെക്കരുത് കണ്ടിട്ടില്ലേ? ബീഫ് നിർത്തി പൊരിക്കാൻ പോകണം. അപ്പം നമ്മുടെ എന്താ പരിപാടി അത് അപ്പം നമ്മുടെ പരിപാടി പെരുമ്പാമ്പിനെ ഗ്രിൽ പണ്ടത് ഒട്ടകത്തിന് നമുക്ക് നിർത്തി പൊരിക്കാം. എടാ അതല്ലേ ദൈവടെ അങ്ങ് പറഞ്ഞ എടാ ഇന്ന് കാലത്ത് ഞാനൊരു ട്രോള് കണ്ടോടാ. സംഭവം വേറെ ഒന്നുമല്ല. നീ ട്രോള് കണ്ടോ? ഒരു ചെറുക്കൻ പുലിയുടെ ബാക്കിൽ പോയി ഇവന്റെ സൗണ്ട് കേട്ടപ്പോൾ പുലി ഓടിപ്പോയി. അകത്ത് അടിപൊളി ഗസ്റ്റ് ഹൗസ് അല്ലേ? നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. PNR നമ്പർ ഉണ്ടല്ലോ, എല്ലാവർക്കും കൊടുക്കില്ല അത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത് എനിക്കറിയില്ല. ചിലപ്പോൾ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും. അങ്ങനെ ആയിരിക്കും. ടിക്കറ്റ് ഉണ്ട്, അതല്ല പ്രശ്നം. നല്ല ഫെസിലിറ്റി ആണെന്ന് എനിക്ക് കേട്ടാണ്. എവിടെ? മംഗലാപുരത്താണ് ഞാൻ നോക്കിയത്. മംഗലാപുരത്തുണ്ട് ആണല്ലേ? ട്രൈ പണലാം. ബാംഗ്ലൂർ എന്തായാലും ഉണ്ടാവുമല്ലോ. ട്രൈ പണലാം. കിട്ടി ഇനി ഒന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യണമോ? അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യാം. ആണല്ലേ? അന്വേഷിച്ച് നോക്കാം. എടാ എന്നിട്ടേ പുള്ളിക്കാരൻ പറഞ്ഞ സുബു ഗൂഗിളിലെ പൊട്ട വന്നിട്ടില്ലേ? എടാ ആ ട്രോളിലെ പുലിനെ പാത്ത് ഓടിപ്പോയി ആ ട്രോളില്ലേ? അപ്പോൾ ട്രോളന്മാരെടുത്ത് മറ്റേ അഴിക്ക അത് യാരെ പാത്ത് നിനക്കതേ. അപ്പോൾ ഫിറോസ്ഖാൻ മറ്റേ പുലിയുടെ ബാക്കിൽ പോയിന്ന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ചാരേ മറ്റേ സാധനം എന്നാ ചിരിക്കും. എടാ അതൊന്നും ഫൈറ്റർ സെറ്റില്ല. തമിഴ്നാട് പോലീസ് മ്യൂസിയം ഇവിടെ ഫൈറ്റർ സെറ്റൊക്കെ വെച്ചിരിക്ക. തമിഴ്നാട് ഭയങ്കര സാധനം. പോലീസിലൊക്കെ ഫൈറ്റർ സെറ്റൊക്കെ ഉണ്ട്. ഓ അപ്പോൾ ഹെൽമെറ്റ് ഇടോണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഫൈറ്റർ ജെറ്റിലൊക്കെ വരും. PNR നമ്പർ 47139. അപ്പോൾ നമ്മളെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചായിരുന്നു അവിടെ ഒരു സ്റ്റീം എഞ്ചിൻ ഇരിക്കണത്. അതിൻ്റെ ഓപ്പോസിറ്റിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂമുണ്ട്, ഗസ്റ്റ് ഹൗസ്, റെയിൽവേയുടെ ഗസ്റ്റ് ഹൗസ്. ഭയങ്കര ചീപ്പ് കേട്ടോ. 600 രൂപ 700 രൂപയ്ക്കൊക്കെ AC ഡിലക്സ് റൂമൊക്കെ കിട്ടും കേട്ടോ. എന്നെ ചീപ്പല്ല. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാ റൂമിന് 2 പേർക്ക് എങ്ങനെ ഒരു 1500 രൂപ വാങ്ങിക്കും. പാതി അത് വിത്ത് AC. നിങ്ങൾ ആലോചിക്കണം, എന്നെ ചീപ്പല്ല. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴാണ്. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൺഫേംഡ് ടിക്കറ്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് റൂം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം ഫുള്ളാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൺലൈനിലൊന്ന് പരിധി നോക്കാം. കിട്ടിയാ ചെക്ക് ചെയ്തിട്ട് പറയാം. കിട്ടി ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴാണ് സംഭവം നോക്കാൻ വന്നത് കേട്ടോ. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. എന്നാൽ ചീപ്പല്ല. എത്ര ദിവസം വേണമെങ്കിൽ താമസിക്കാം. റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് ആ PNR നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ട് നമുക്ക് അവിടെ നല്ല റൂം കിട്ടും. എങ്ങനെയാണ് ഒരാഴ്ചയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ 2 ദിവസം താമസിക്കുന്നതിൻ്റെ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. പുറത്ത് 2 ദിവസം താമസിക്കുന്നതിൻ്റെ കാശ് നമുക്കിവിടെ ഒരാഴ്ച താമസിക്കാം. അടിപൊളിയല്ലേ? AC നിങ്ങൾ ആലോചിക്കണം. അടിപൊളി റൂമെന്നൊക്കെ കേട്ട് അറിയാൻ പാടില്ല. യാർ കിട്ടടാ സോളറേ തമ്പി എന്തായി കിട്ടണല്ല കിട്ടാൻ ചാൻസ് ഇല്ല. ബുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മേളിൽ അതിൻ്റെ എൻക്വയറി ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ബുക്കാന്ന് പറഞ്ഞാൽ നമുക്കിന്ന് പുറത്ത് പോയി നോക്കാം. നമ്മുടെ PGയിലെ ഓണർ പറഞ്ഞു PNR 471 024 471
സോ ഇതെന്താണ് ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ 471 8024 8024 നമുക്ക് ഏത് ഹോട്ടലത്? സുരഭ്യ ഇത് ശ്രീറാം സോറി. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് താമസിക്കാൻ നമുക്ക് അവിടെ നിന്ന് പോയി തപ്പി നോക്കാം. നല്ല റൂമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടേക്ക് പോട്ടോ. പിന്നെ ഗോപ്രോയിൽ ചാർജില്ല കേസ്, അതുകൊണ്ട് ഞാൻ അവിടെ ഞാൻ റൂമിൽ ചെന്നിട്ട് ബാക്കിയുള്ള ബ്ലോക്ക് ചെയ്യാൻ കഴിയും. 24 മണിക്കൂർ കണക്കും ബാങ്കിൽ വന്ന് അവർ കൊടുക്കില്ല. ഇതാണ് നമ്മുടെ മെമ്മറി. സെറ്റപ്പ്. ബാത്റൂം കാണിച്ചില്ലല്ലോ. സെറ്റപ്പ് ബാത്റൂമാ. ഞാൻ സുജിത് ഗുപ്തനാവാൻ പോണ ബാത്റൂം വ്ളോഗർ. നല്ല അടിപൊളി ഒറ്റ ഡോൾക്കോട്ട് ബെഡ്, പിന്നെ എക്സ്ട്രാ ബെഡ്, മിറർ ഉണ്ട്. പാറട ഇതെന്തത്? ബെഡ്ഷീറ്റ് ഇങ്ങനെയാണോ വന്ന്? ബെഡ്ഷീറ്റ് തന്നിട്ടല്ലേ. പിന്നെ വിശാലമായ വിൻഡോ, ഇങ്ങനെ ചാടല്ല. ഇത് റൂമിൻ്റെ ഫ്രണ്ട് വശാ. എടാ മറ്റേ ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് റൂം ഇട്ടിക്കണേ. അടിപൊളി. നമ്മൾ അങ്ങോട്ട് നിന്ന് എല്ലാ ഹോട്ടലും ചോദിച്ചു വന്നിട്ടാണ് നമ്മൾ അവസാനം ഈ ഒരു ഹോട്ടൽ. ശരിക്കും പറഞ്ഞാൽ PG യുടെ ഓണർ പറഞ്ഞായിരുന്നു ഇതേ ഹോട്ടലിൽ നമ്മൾ അവസാനം വന്ന് കയറിയിട്ടാ. നല്ല കാര്യം. ഇനിയിപ്പോൾ റൂം പൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഹരിപ്രിയ ലോഡ്ജ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് മൊത്തം ലോഡ്ജുകളാണെന്നുള്ളത് കണ്ടോ. ഹോട്ടൽ വസുന്ധര, ജ്യോതി, പിന്നെ ഹരിപ്രിയ, ഇഷ്ടം പോലെ ഫുള്ള് കൂതറ ഹോട്ടൽ മുതൽ അങ്ങനെ സ്റ്റാൻഡേർഡ് ഹോട്ടൽ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിവിടെ എവിടെ 2 പേർക്കല്ലേ പറ്റുള്ളൂ. ഇച്ചിരി പാടല്ലേ. ഇത് മുറിക്കാൻ മുടിയുമാ? അകലം കുറയ്ക്കും. എന്താ ചെയ്യാ? എൻ്റെ ബുദ്ധി വിമാനം എടുത്ത് പുറത്തിടും. അവരെന്താണ് ചെയ്തത്? അപ്പോൾ നമുക്ക് റൂമിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് അയച്ചു വെക്കണം. നല്ല ഭാരമാണ് കേട്ടോ. മറ്റേ ക്യാമറയും ലാപ്പും തുണികളും ഒരുപാട് ചെയ്ത് നല്ല ക്യാമറ. ഇതിൻ്റെ ആപ്പിൾ ചാർജറില്ല. ഐഫോണോട് അല്ല മാക്ബുക്കോട് ചാർജർ എതുക്ക് ഇവളോ വില വാങ്ങുന്നത് നിനക്ക് തെറിയുമ്പോൾ ബിൽ. ഈ സോറി ഗൈസ്, മൈ അല്ല ഇതൊന്ന് സാധനം എന്നോட கால்மை விந்துடுச்சு. இங்கே பாரு, இங்கே வச்சிருந்த மிஸ்ஸை என்னோட கால்மை விழுந்துடுச்சு. കാല് പാറ് ഇங்கே ഫുൾ ഡാമേജ്, രക്തം വരുന്നത്. ഇപ്പോൾ കുളിച്ചു വന്നായിരുന്നു അതൊക്കെ പോയിട്ട് ഇവിടെ ഫുൾ ചോര ഇങ്ങനെ കുട്ടി ചോര വന്നു. அதுக்கு தான் இதுக்கு ആപ്പിൾന്ന് കൂപ്പിടുന്നത്. പാറുங்க ഗൈസ്. നോർമൽ ചാർജർ കാൽമൊക്കെ വീണ് എന്തും പറ്റുമോ? ഒന്നും പറ്റാതെ. ഇതിപ്പോൾ ആവശ്യം വരും എനിക്ക്. ഇത് ഇവിടെ ഇരിക്കട്ടെ. എടാ TV போடுறாவோ நீ சார்ஜ் வச்சிருக்கல? என்னடா என்னோட பிரச்சனை என்னடா? அங்கே ஜென்ரல் இல்லையா? மேல் டேட்டுக்கு தாழെ அங்கே ஜென்ரல் தத்கால்னு இருக்கு. புக் தத்கால் லேடிஸ். என்னடா டேட் എതുവത്തേക്ക് നീ പോട്ടിருக்க? ഡേറ്റ് നീ ഞാൻ പറയണമെന്ന്. ആമാണ്ടാ നീ കാണിച്ചു തരുവേ. ഒരു മിനിറ്റ് ഞാൻ പറ. എനിക്ക് 24-ാം തീയതിക്ക് വേണം. அதுக்கு நான் மரியாதைக்கு சொல்லிட்டு இருக்கேன். തത്കാൽ എല്ലാ ദിവസവും കിട്ടില്ല. ഒരു ദിവസം 24 മണിക്കൂർ മുമ്പേ കിട്ടുള്ളൂ. എന്റെ പൊന്നലെ ഞാൻ പറഞ്ഞേക്ക് 24-ന് ടിക്കറ്റ് വേണം. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് അവൈലബിൾ ഇല്ലേ? അവൈലബിൾ ഇല്ല. വെയിറ്റിംഗ് ലിസ്റ്റ് 87 ഇരിക്കല്ലേ. അപ്പം നീ അതിൻ്റെ അർത്ഥം എന്നിട്ട് ഈ 28-ാം തീയതി ജനുവരി 28-ാം തീയതി വരെ, ജനുവരി 28 വരെ 53 വെയിറ്റിംഗ് ലിസ്റ്റാണ്. നീ ആലോചിച്ച് നോക്ക്. ഇங்கே ഫുള്ള് ബുക്കിംഗ് இருக்கும். அவ்வளோ பிஸி ஸ்டேஷன் தான் இது கோயம்புத்தூர். அப்போ நீ இது பண்ணா இப்போ ஃபார் எக்ஸாம்பிள் நீ காட்டு. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് 6-ാം തീയതി 7-ാം തീയതിക്ക് വെക്കട്ടെ. 7-ാം തീയതിക്ക് എടാ ഇരിക്കടാ. അത് 10 മണി കാലത്ത് വിട്ടാൽ 7 മണി PM. നീ മംഗളൂർ വന്നിട്ട് ഒരു കാര്യമില്ല. ഇതാ വേണ്ട. ഇത് എവിടെ അല്ലെങ്കിൽ ഇത്. ഇപ്പം പറ. ഇപ്പം നീ ഇവിടെ പോടണം. ജനറൽ തത്കാലം എടുക്കില്ല. തത്കാലം പോട്. അപ്പോൾ അങ്ങനെ തന്നെ കണക്കും. എവിടെയത്? അപ്പം സ്ലീപ്പർ പോട്. സ്ലീപ്പറിൽ വന്നിട്ടാ വെയിറ്റിംഗ് ലിസ്റ്റ് 32. ഇത് കൺഫേം ആവും. 51% சான்சஸ் இருக்கு. ஆனால் பக்கா கன்ஃபார்ம் ஆகிடும். தற்காலில் போட்டா நார்மலில் போட்டு நான் காசும் போயிடும்.
ടിക്കറ്റും കിടക്കില്ല, കാശ് പോകില്ല. പക്ഷേ പോയ 75% എങ്ങനെയാണ് നമുക്ക് റിട്ടേൺസ് കിട്ടും. 100% ആവും ആയില്ലെങ്കിൽ 100% ആയി. உதாய்க்குடா அந்த ரயில்வே டிக்கெட் புக் பண்ணும்போது நீங்கள் ഒന്ന് കാര്യം பண்ண വേണ്ടിയിരിക്കും. എന്നിട്ടാന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അടിയിൽ തന്നെ കൺസിഡേർഡ് ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ലീപ്പർ ആണെങ്കിൽ 3rd AC അപ്ഗ്രേഡേഷൻ കിട്ടും. 3rd AC ആണെങ്കിൽ സെക്കൻഡ് AC ആണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. സ്ലീപ്പറിന് ഒറ്റയടിക്ക് ഫസ്റ്റ് AC അപ്ഗ്രേഡേഷൻ കിട്ടിയാലും കിട്ടും. ചിലപ്പോൾ കിട്ടുമെന്ന് ഞാൻ പറയില്ല, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്, കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ. മറക്കാണ്ട് കൊടുക്കാറാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരുമാതിരി അതൊരു എന്താ പറയുക ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, സോഫ്റ്റ്വെയർ ആണ് അത് സംഭവം ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ ബോഗി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കും. അങ്ങനെ സമയത്ത് നമുക്കിവിടെ സ്ലീപ്പറിൽ ആൾക്കാർ കൂടുതലുണ്ട്, ഒരു സൈഡിൽ ആൾക്കാർ കൂടുതലുണ്ട്. പക്ഷേ AC ബാലൻസ് ആവുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ അപ്ഗ്രേഡേഷൻ കൊടുത്തേക്കുന്ന ആൾക്കാർ എത്ര ആയാലും, ഇപ്പോൾ നമ്മൾക്കൊരു 4 പേരുണ്ട്, 5 പേരുണ്ട്, 6 പേരുണ്ടെങ്കിലും ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 5 പേരെ എടുത്തിട്ട് AC അപ്ഗ്രേഡ് ചെയ്ത് തരും. അത് എപ്പോഴും കിട്ടില്ല, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ആ സംഭവം വർക്കാവണം. ഓക്കെ, അപ്പോൾ കൊടുത്തിടുക. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 300-400 രൂപയ്ക്ക് നമ്മൾ പോകണമെങ്കിൽ AC കിട്ടിയ പുളിക്കുമോ? ഇതാണ് കൊടുക്കണം, നമ്മൾ കൊടുത്തിടണം കേട്ടടാ. ഓക്കെ, IRCTC നീ ക്രിയേറ്റ് பண்ணணும். ക്രിയേറ്റ് അതാവുള്ള ഈസി അല്ല ക്രിയേറ്റ് பண்ணது, കുറച്ച് പാടെടുക്കും. நான் வந்து எவ்வளோ ட்ரை பண்ணியிருக்கேன்னு ஆயிடுச்சு தெரியுமா. പക്ക ഇരിക്കണം നീ IRCTC ക്രിയേറ്റ് பண்ணுவது. ഓക്കെ ഗൈസ്, ഞാൻ കുളിച്ചു കഴിഞ്ഞു. ഒരു അജാതി കുളി തന്നെയായിരുന്നു ഗൈസ്, നല്ല അടിപൊളി കുളി ഷവറിൽ. പിന്നെ ഇപ്പം ഒരു എക്സ്ട്രാ ബെഡൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചായിരുന്നു, അല്ല കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നു. പിന്നെ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ച് ഇന്നത്തെ റീലും വീഡിയോയും എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. കാലത്ത് 5 മണിക്ക് ഇരിക്കണം, 6 മണിക്കാണ് ട്രെയിൻ. ഓക്കെ, സീ യു ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഫുഡ് കഴിക്കുന്നതോടെയും കാണിച്ച് പുറത്ത് പോയി അതോടെയും കണ്ടുവച്ച് നൈറ്റ് ലൈഫ് കാണാലടാ, കണ്ടുവച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ സ്റ്റൈൽ. എന്താ പറയുക, ഏത് ഹോട്ടലിൽ ചെന്നാലും ഇലയിലായിരിക്കും നമുക്ക് ഭക്ഷണം കിട്ടുക. അതിപ്പോൾ കാലത്തെ പ്രഭാതമായാലും ഉച്ചക്കലത്തെ ആയാലും വൈകിട്ടത്തെ ആയാലും ഇങ്ങനെയായിരിക്കും നമുക്ക് ഭക്ഷണം കിട്ടുക. അപ്പം നമ്മൾ താമസിക്കുന്ന അതേ ലോഡ്ജിൻ്റെ ഹോട്ടലാണ് ഇത്. എക്സ്ക്യൂസ് മീ, എന്താ പറയുക, സുബൂസ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പുള്ളിനെ തല്ലോ. പ്രൈസും കുഴപ്പമില്ല കേട്ടോ, അഫോർഡബിൾ പ്രൈസാണ്. പ്ലെയിൻ ദോശയ്ക്ക് 28 രൂപ, വെജ് പൊറോട്ട 36 രൂപ, അഫോർഡബിൾ പ്രൈസാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ട്രൈ കഴിച്ച് നോക്കാം. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അടിപൊളിയാണ്. സ്ഥലമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ട് ഫുഡും കുഴപ്പമില്ലാണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അണ്ണേ പ്ലെയിൻ ബിരിയാണി, സുടുത്തണ്ണിയാണ് 2 പ്ലെയിൻ ബിരിയാണി. അപ്പോൾ ചിക്കനിലെന്തോ തൊണ്ടവേദനയാണ്, എനിക്കുണ്ട് അവനുമുണ്ട് തൊണ്ടവേദന. സോ അതുകൊണ്ട് പച്ചവെള്ളം കുടിച്ചാൽ നല്ല പണി കിട്ടും. ചൂടമുളക് കുടിക്കുന്നുണ്ടോ? ചിക്കനിൽ എന്തെങ്കിലും സ്പൈസി ചിക്കൻ തന്നെ ഇതിൽ, പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, നല്ല ചിക്കൻ. ചിക്കൻ ചിക്കനെല്ലാം ഗ്രേവി, പെപ്പർ ചിക്കൻ സെമി ഗ്രേവി. സെമി ഗ്രേവി ഇത് തിന്നാൻ മാത്രമേ അവർ ഓർഡർ സെമി ഗ്രേവിയാ. അവനങ്ങനെ ഇരിക്കണമെന്നുള്ളൂ, വലിയ ബുദ്ധിജീവി പോലെ ഓർഡർ ചെയ്തെന്ന് അറിയാൻ വേഗമായി. അതേപോലെ തന്നെയാണ് 2 പ്ലെയിൻ ബിരിയാണി ഇല്ല. എന്ത് ബിരിയാണി പറഞ്ഞാൽ പ്ലെയിൻ ബിരിയാണിയോ? ബിരിയാണി പ്ലെയിൻ ഇറങ്ങി തുടങ്ങി. ചിക്കനില്ല, പ്ലെയിനിൽ ഒന്നും ഇറക്കും. അത് മറ്റേ ഇതല്ലേ, കുഷ്കല്ലേ? ചിക്കൻ അതിനിവിടെ പ്ലെയിൻ ബിരിയാണി. ബിരിയാണി നല്ല പീസ് എടുക്കാം. മട്ടൻ ബിരിയാണി എവിടെയാ? കീഴപ്പാറ. അത് ഫ്രൈഡ് റൈസ് നൂഡിൽസാ? അല്ല, ആ ഇവിടെ 15 രൂപ. ഇത് കോസ്റ്റ്ലി. നമ്മുടെ അവിടെ കാക്ക ഹോട്ടൽ 60 രൂപയുള്ളൂ ഇപ്പോഴും കുഴിപ്പിക്ക്. ഇവ എല്ലാവർക്കും കമ്പയർ ചെയ്യാതെ എന്ത് ചെയ്യില്ല. ഇവൻ താജ് ഹോട്ടലിലും കൊണ്ടുപോയിട്ടേ. താജോ? അല്ല, നീ കമ്പയർ ചെയ്യുന്നതാ. ഏത് താജ്? താജ് ഹോട്ടലുണ്ടല്ല, അതിനെ കൊണ്ടുപോയിട്ട് നീ ഒരു ആ എടാ, നീയല്ല അന്ത കാക്ക ഹോട്ടൽ എന്നെ തൂക്കിട്ട് പോയത്, അന്ത പൊന്നാർപ്പുറത്തുള്ള. ആ എപ്പടി ഇരിക്കുതടാ. എന്താണ് നമ്മൾ ദം ബിരിയാണിയാണ് മനസ്സിലായി. പക്ഷേ ഇത് നീ കണക്കോട്ടോ, ഈ ചെയർസ്, ഈ വൈറ്റേഴ്സ്, നിനക്ക് എന്ത് പറയാനായിരുന്നു?
ഈ ഇല അവിടെ ഉட்கார்றதுக்கே இடம் இல்லை. ടേസ്റ്റ് இருக்குல்ல ഇങ്ങനത്തെ ഇല ഇടോ? ടേസ്റ്റ് இருக்குல்ல ഇങ്ങനത്തെ പ്ലെയിൻ ഫ്രഷ് ഇല ഇടോ അവിടെ? ഇടില്ല. அதெல்லாம் இல்ல வீட்டுக்கு கொண்டே போறேன் ഹൈജീൻ ഇല്ല. பார்சல் போட்டுருக்கா எப்படி வீட்டுக்கு போனா ஹைஜீனோட டபுள் ஹைஜீன் ஃபேமிலி ஃபுட் ஆயிடலாம் കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ജയിച്ചു പ്ലീസ് ഇത് തുറക്കരുത് വായ ഫാനില്ലേ അവിടെ? എവിടെ അവിടെ വീട്ടിലിരിക്കില്ല വീട്ടിൽ ഫ്രണ്ട് ഇരിക്കില്ല நீ இവിടുന്ന് കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ കോയമ്പത്തൂരിൽ ബെസ്റ്റ് വീട്ടിലുണ്ടാക്കി തിന്നാൻ പാടില്ല. പൊണ്ണ മുടിയതറാ തെറിയില്ലതറാ നല്ല ഒന്നാന്തരം ബിരിയാണി ഗൈസ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് പറയാം പറഞ്ഞു രണ്ട് ഫുള്ള് മേടിച്ചിട്ടാണ് കാരണം ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ രണ്ട് ഫുള്ള് മേടിച്ചിട്ട് 3 പേര് ഷെയർ ചെയ്യുന്നു കാരണം കഴിക്കാൻ പറ്റണ്ടേ ഇതൊരു പടം മതി കഴിക്കാൻ എപ്പോഴും കിട്ടാം അല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ചിക്കനാ മട്ടൻ ഇവിടെ ഇവിടെ പോடுறா இங்கே போடுறா இங்கே போடுறா பன்னீரா சிக்கனா உனக்கு வந்து குண்டி வேணாது கொஞ்சம் சாப்பிடலாம். இது வந்து என்னோட சப்ஸ்கிரைபர் கேட்டால் அவனால கொலெக்ட் பண்ணி வரோடா இவ்வளோ பெரிய ஆளு நான் 600 സബ്സ്ക്രൈബേഴ്സ് ഇருக்கு தெரியுமா எனக்கு ഞാൻ ഒന്ന് ഇത് തീർത്തിട്ട് നമുക്ക് സംസാരിക്കാം ഗൈസ് എന്തുവേണം ഭക്ഷണം ഇങ്ങനെ വെച്ചിട്ട് ഉള്ളു വെള്ളവളം അടിക്കരുത് പോണ വഴിക്ക് പട്ടീനെ അറിയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നോക്ക് ഇതിന് നല്ല വിലയാണ് കേട്ടോ നല്ല വിലയാണ് അതിന് ഫുഡ് നല്ല അടിപൊളി ഫുഡ് കേട്ടോ അപ്പോൾ കോയമ്പത്തൂർ വന്ന ആൾക്കാർ കഴിച്ചോ ഞാൻ ഗ്യാരണ്ടി വെള്ളം 2 ഇടും. സുബു മെസ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അതിൻ്റെ ഡെഡ് ഓപ്പോസിറ്റ് തന്നെ സുബു ഇവിടെ തന്നെ അല്ലേ അതെ സുബു ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് സുബു എന്താ പറയുക ലോഡ്ജ് രണ്ടും അടിപൊളിയായിട്ട് അഫോർഡബിൾ പ്രൈസാണ് ഫുഡും അടിപൊളിയാണ് കഴിച്ചോ ധൈര്യമായിട്ട് കഴിച്ചോ ഞാൻ ഗ്യാരണ്ടി 2 ലിറ്റർ വെള്ളം മേടിക്കാൻ വേണ്ടി ഇവിടെ കേട്ടോ കാരണം അവിടെ വെള്ളം കിട്ടാൻ ചാൻസസ് ഇല്ല മേടിച്ചിട്ടുണ്ടല്ലോ കോയമ്പത്തൂർ പോലീസിൻ്റെ വണ്ടി നോക്കി ചുമന്ന വണ്ടി ഇയാളെ മിനിച്ചോണ്ടിരിക്കുന്നു അടിപൊളിയല്ലേ പെട്രോൾ ഹെവി പെട്രോളിൻ്റെ സിറ്റി പെട്രോൾ ഓ ചിമിട്ട ഇതാണ് കോയമ്പത്തൂർ പോലീസിൻ്റെ വണ്ടി നൈസല്ലേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇന്ന സൗണ്ടല്ലേ എൻ്റെ വണ്ടിക്ക് ഇതിനൊക്കെ നമ്മൾ സൗണ്ടിട്ട് എടാ ഞാനൊരു പക്ഷേ എൻ്റെ വണ്ടിയുടെ സൈലൻസർ കൂടി ആയിരുന്നതാ എടാ ഫുൾ ടൈം തീ അതിൻ്റെ ഉള്ളിൽ വേണ്ടത് എന്നെ സൗണ്ട് എന്ന് പറയുക സൗണ്ട് നല്ല സൗണ്ട് ഇருக்கு സൗണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പറ്റില്ല എൻ്റെ ജസ്റ്റ് മറ്റേ ഹൈഡ്ലിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കാൻ പറ്റില്ല ത്രോട്ടിലും കൂടി കൊടുത്താണല്ലോ ആൾക്കാർ തെറിച്ചു ഒരു പ്രാവശ്യം എനിക്ക് ഒരാഗ്രഹമുണ്ട് എന്നെ കൊണ്ട് കുറ്റം പറയില്ല അവന്മാരെ വീട്ടിൽ മെമ്പേഴ്സ് കൊണ്ടുപോയിട്ട് സൈലൻസർ ഊരിയിട്ട് ത്രോട്ടിൽ കൊടുത്തിട്ട് തന്നെ ഏത് കാലിനോട് വന്നേക്കണേ എവിടെ പറഞ്ഞിട്ട് எவ்வளோ பாருடா இங்க ஆமாண்டா இங்க கொஞ்சம் பாரு இங்க கொஞ்சம் பாரு அங்க கொஞ்சம் பாரு அங்க 2 பார் அது வந்து பாரு அங்க பார் ബാറോ ബാറ് ஒரு பார் ഇവിടെ എങ്ങാനും നീ വന്ന് ഹോട്ടൽ എടുത്ത് നീ ഇവിടെ മരിച്ചില്ല കൊടുക്കുന്നു ഇവിടെ നീ പോലില്ല പിന്നെ എന്നതാ ഇവിടെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇട്ടാൽ നല്ല അടിപൊളി അറിയില്ല പക്ഷെ ലൈറ്റ് കുറച്ച് ഡാർക്കാണ് ഗ്രെയിൻസ് കയറും അതുകൊണ്ട് ഇവിടെ കൂടുതൽ എനിക്ക് നൈറ്റ് ലൈഫ് ഒന്ന് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് ഭയങ്കര സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ല പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി സോറി ഞാൻ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലിയെന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ സോ നൈറ്റ് ലൈഫ് എനിക്കൊന്ന് ചെയ്ത് നോക്കണം അടിപൊളിയായിരിക്കും ബാക്കിൽ നല്ല ഗോൾഡൻ ലൈറ്റൊക്കെ വെച്ചിട്ട് പണി വെക്കണം ഇത് എൻട്രൻസ് കണ്ടില്ലായിരുന്നു അപ്പോൾ അതാ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ ധൈര്യമായിട്ട് താമസിച്ചോ ഞാൻ വന്ന് ഗ്യാരണ്ടി അയണ്ണാ ഇതാണ് റിസപ്ഷനിസ്റ്റ് അടിപൊളി ചേട്ടനാ നമുക്ക് 1000 രൂപയ്ക്ക് തന്നു റൂമേ കിട്ടുമോ എവിടെയെങ്കിലും ഇത്ര അടിപൊളി റൂം
ഇനി എന്താ പരിപാടി? എഡിറ്റ് ചെയ്യുക, കിടന്നുറങ്ങുക, നാളെ കാലത്ത് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബൈ അണ്ണ, ബൈ അണ്ണൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല. ബൈ, ഞാൻ ചമ്മിപ്പോയി. ബൈ. വ്ളോഗ് അവസാനിപ്പിച്ചതാ, പക്ഷെ വേറൊരു കാര്യം കാണിച്ചു വെച്ച് അവസാനിപ്പിക്കാൻ വിചാരിച്ചു. ഇത് വലിയ വിൻഡോനെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വേണമെങ്കിൽ നൈസായിട്ട് കളക്ഷൻ എടുക്കാം. ഇതൊക്കെ പോലീസുകാരുണ്ട്, ഇതൊക്കെ സൂക്ഷിക്കണം. കളക്ഷൻ. ഓ, മലയാളത്തിൽ പറഞ്ഞാലും അറിയുള്ളവർക്ക് വായനോട്ടം. ബ്ലേഡി ഫോൾ എവ്വളോ പൊമ്പളകളെ പുസ്തകങ്ങൾ പത്രമാ. ഡേയ് അங்கே வந்து பொம்பளை இருக்குடா. ஆமாண்டா, பொம்பளை சோக்கு கேட்குதுடா. எவ்வளோ பொம்பளை கலக்கலடா. எவ்வளோ கொள்ளலாம், அடிப்படியா. ஒன்னோ பாய்.